ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കപ്പ് ഫയൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഫുൾ മൂൺ ആയിരുന്നു. ഓക്കെ, ടോറസ് സൂഡിയാക് സൈനിലാണ് ഇന്നലത്തെ പൗർണമി ആയിരുന്നത്. അതിനെ ബീവർ മൂൺ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ബീവർ മൂണിന്റെ സമയത്ത് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കുന്നത്. 3 ഗ്രൂപ്പുകളാണുള്ളത്. നിങ്ങൾക്ക് തംബ്നെയിലിലത്തെ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഈ 3 ഡെക്കുകൾ ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേൾക്കുക. എന്നിട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങൾ മാത്രം സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കണം. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കാണ്. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഹലോ നമസ്കാരം. ഗ്രൂപ്പ് 1. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിലത്തെ ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ബീവർ മൂൺ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ സന്ദേശങ്ങളാണ് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്നത്. യൂണിവേഴ്സ് ഗ്രൂപ്പ് 1ലെ കളക്റ്റീവിന് നൽകാൻ ആഗ്രഹിക്കുന്ന ബീവർ മൂൺ സന്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, നമുക്ക് പേജ് ഓഫ് വാൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. ക്ലാരിഫൈ ദ പേജ് ഓഫ് വാൻസ്, ക്ലാരിഫൈ ദ 3 of cups, 3 of swords. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബീവർ മൂൺ പ്രധാനപ്പെട്ടതായിട്ട് നിങ്ങളോട് യൂണിവേഴ്സ് എന്താ പറയണെന്ന് വെച്ചാൽ കഴിഞ്ഞതെല്ലാം മറന്നിട്ട്. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങളുടെ ഏത് മേഖലയിലാണ് നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുള്ളത്, ആ കഴിഞ്ഞു പോയ കാര്യത്തിനെ മറന്ന് അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിരിക്കാൻ, അതിനെ റിലീസ് ചെയ്യാനാണ് പറയണത് ഈ ഒരു പൗർണമിയുടെ അവസരത്തിൽ. ഓക്കെ, അപ്പോൾ ഒരു ഫുൾ മൂൺ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു എനർജി ആ ഒരു ആഴ്ചയും അതിന്റെ നെക്സ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഒരു ആ ഒരു സമയം, ആ ഒരു എനർജി വളരെ സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ആഴ്ച എസ്പെഷ്യലി ഇപ്പോൾ 5-ാം തീയതിയാണ് നടന്നിട്ടുള്ളത്, ആ ഒരു 12-ാം തീയതി വരെയുള്ള സമയം വളരെ നല്ലതാണ്. ഓക്കെ, ആ ഒരു എനർജി വളരെ സ്ട്രോങ് ആയിരിക്കും. ഈ ഒരു സമയം നിങ്ങൾ ഈ പറഞ്ഞ പോലെ റിലീസിങ്ങിന് ഉപയോഗിക്കുക. പൗർണമികൾ എപ്പോഴും നമ്മൾ റിലീസ് ചെയ്യുന്നതിനും ഡിറ്റാച്ച് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങളോട് പറയുന്നത് ഏത് മേഖലയിലാണോ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ എപ്പോഴും ഫീൽ ആകാതിരിക്കുന്ന ഈ അടുത്ത് നിങ്ങൾക്കൊരു എന്താ പറയാ ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുള്ളത്, ഓക്കെ, നിങ്ങൾക്കൊരു വേദന ഉണ്ടാക്കുന്ന അനുഭവം ഉണ്ടായിട്ടുള്ളത്, അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകാൻ പറയുന്നു. ഓക്കെ, അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് ആ മേഖലയിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് യൂണിവേഴ്സ്, ആ യൂണിവേഴ്സിന്റെ ഡിവൈൻ ടൈമിങ്ങിൽ യൂണിവേഴ്സിന്റെ പ്ലാൻ അനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നിങ്ങൾ തയ്യാറാകണം. അതിനായിട്ട് നിങ്ങൾ അനുവദിക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം എപ്പോഴാണോ നിങ്ങൾ ഈ പാസ്റ്റിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് യൂണിവേഴ്സിനോട് ഓപ്പൺ ആകുന്നത്, അപ്പോൾ തുടങ്ങി നിങ്ങൾക്ക് കാര്യമായ ഒരു ഷിഫ്റ്റ് ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ വൈകാതെ തന്നെ നിങ്ങളെ ഒരു സന്തോഷ വാർത്ത തേടിയെത്തും എന്നാണ് ഞാൻ കാണുന്നത്. ഓക്കെ, നിങ്ങൾക്കൊരു എന്താ പറയാ, നിങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സന്തോഷ വാർത്ത നിങ്ങളെ തേടിയെത്തും എന്നാണ് ഞാൻ കാണുന്നത് ആ ഒരു മേഖലയിൽ. അപ്പോൾ മാത്രമല്ല, നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നതിന് നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതാണ് എന്ന് കാണുന്നു. അപ്പോൾ ആ ഒരു മേഖലയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു എന്താ പറയണ്ടേ ഫോർവേഡ് മൊമെന്റ് എന്താണോ അത് വളരെ പെട്ടെന്ന് തന്നെ വരണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, കഴിഞ്ഞു പോയാൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന അനുഭവത്തിനെ സംബന്ധിച്ച് നിങ്ങൾ കംപ്ലീറ്റ്ലി അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകുക. ഈ ഫുൾ മൂൺ എനർജിയിൽ അതിന് റിലീസ് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് യൂണിവേഴ്സിന്റെ പ്ലാൻ അനുസരിച്ച് ഡിവൈൻ ടൈമിങ്ങിൽ നടക്കുന്നതിനെ നിങ്ങൾ അനുവദിക്കുക. Clarify the Ace of Swords, clarify the King of Pentacles, clarify the okay. ഒരു ബ്രേക്ക് ത്രൂ എനർജി കാണുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ കരിയറിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ മേഖലയിലായിരിക്കാം. ഈ ഫുൾ മൂണിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരു സഡൻ ഷിഫ്റ്റ് ഓക്കെ സംഭവിക്കുന്നുണ്ട്. ഈ ഒരു ഷിഫ്റ്റിന്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് നിങ്ങൾ തൊട്ട് പ്രതീക്ഷിക്കാത്തതാണെന്ന് കാണുന്നു. പക്ഷെ ഇത് നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, ഓക്കെ, നിങ്ങളുടെ വിഷ് എന്താണോ ആ വിഷ് ഫുൾഫിൽമെന്റ് ആണ് നടക്കുന്നത്. പക്ഷെ വളരെ പെട്ടെന്നാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഒരു ഓവർനൈറ്റ് ഷിഫ്റ്റ് എന്നൊക്കെ പറയില്ലേ, സഡൻ ആയിട്ട് നടക്കുന്ന ഒരു മാറ്റം, ഒരു ബ്രേക്ക് ത്രൂ. കാരണം നമുക്ക് ഏസ് ഓഫ് സോർട്സ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു മാറ്റം എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിലോ ഉണ്ടാകുന്ന ഈ ഒരു മാറ്റം അതെന്ത് തന്നെയാണെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് അതൊരു വിജയമാണ്.
ഓക്കെ, നിങ്ങൾ വിജയം എന്ന് കണക്കാക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റമാണ് അത് വരുന്നതായിട്ട് കാണുന്നു. അപ്പൊ യൂണിവേഴ്സ് പറയുന്നത് കംപ്ലീറ്റ്ലി സറണ്ടർ ആയിക്കൊണ്ട് മുന്നോട്ട് പോകുക, ഗ്രൗണ്ടഡ് ആയിരിക്കുക. ഓക്കെ, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എപ്പോൾ നടക്കും ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കാതെ നിങ്ങൾ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ക്ലാരിഫൈ ദ നൈൻ ഓഫ് സോർഡ്സ്, സിക്സ് ഓഫ് കപ്സ്, clarify the six of cups. Thank you. Okay, clarify the knight of cups. അപ്പൊ നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം നിങ്ങൾക്കുള്ള ഒരു സ്ട്രെസ്, ഒരു ടെൻഷൻ, നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഒരു കാര്യമുണ്ട് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, അതില് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും എന്നൊരു കൺഫർമേഷൻ യൂണിവേഴ്സ് തരികയാണ്. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് നടക്കും, നിങ്ങൾ അത് മാനിഫെസ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളത് പക്ഷെ വിശ്വസിക്കണം. അതായത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഈ ഒരു കാര്യത്തില് അത് നടക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഓക്കെ, അപ്പൊ ഈ ഒരു അനാവശ്യമായിട്ടുള്ള ഓവർ തിങ്കിങ്, ആ ഒരു കാര്യത്തെ കുറിച്ച് അല്ലെങ്കിൽ ആ മേഖലയെ കുറിച്ചുള്ള സ്ട്രെസ്, ആൻസൈറ്റി, ഭാവിയെ കുറിച്ചുള്ള പേടി, ഇതൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഓക്കെ, നിങ്ങൾ എന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത് അതാണ് വരിക എന്ന് മനസ്സിലാക്കുക. അപ്പൊ അതിലൊന്നും ഫോക്കസ് ചെയ്യാതെ, ഓവർ തിങ്ക് ചെയ്യാതെ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്ന് വിശ്വസിക്കുക. അതിനായിട്ട് ആക്ഷൻ എടുക്കാൻ പറയുന്നു. നിങ്ങൾ അത് എപ്പോഴാണ് അത് വിശ്വസിച്ച് നിങ്ങളെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നത്, ഓക്കെ, അപ്പൊ തന്നെ നിങ്ങൾക്ക് ഡിഫറൻസസ് ഷിഫ്റ്റ് കാണാനായിട്ട് സാധിക്കും, എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പർ, പെർട്ടിക്കുലർലി ഒരു സോൾ ഫാമിലി മെമ്പർ, ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ഒരാളായിരിക്കാം. ഓക്കെ, ആ ഒരു വ്യക്തിയിലൂടെ അവർ നിങ്ങളെ സഹായിക്കുന്നതായിട്ട് കാണുന്നത്. ചിലപ്പോൾ ഇപ്പോൾ കോണ്ടാക്ട് ഉള്ള ഒരാളായിരിക്കില്ല, പക്ഷെ അവര് നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പർ ആയിട്ട് കാണുന്നു. അവരാണ് നിങ്ങളെ സഹായിക്കുക. പക്ഷെ നിങ്ങൾ വിശ്വസിക്കണം, അതായത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടന്നിരിക്കും എന്ന വിശ്വാസത്തോടെ നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക. നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻ എന്താണോ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക, ആ ഒരു ആത്മവിശ്വാസത്തോടെ എടുക്കുക, മുന്നോട്ട് പോകുക. ഓക്കെ, അതിനനുസരിച്ച് യൂണിവേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നാണ് പറയുന്നത്. പക്ഷെ അതിനു മുൻപേ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ സോൾ ഫാമിലി മെമ്പറിലൂടെ നിങ്ങൾക്ക് വേണ്ടുന്ന സഹായം നിങ്ങളിലേക്ക് എത്തും. നിങ്ങളുടെ ആഗ്രഹം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം നിങ്ങൾക്ക് എത്തിയിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ഗുഡ് ന്യൂസ്, ഒരു സന്തോഷ വാർത്ത ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. നിങ്ങളോട് പറയുന്നത് ഈ ടെൻഷൻ അടിക്കുന്നതൊക്കെ വെറുതെയാണ്, നിങ്ങളുടെ പേടിയും ടെൻഷനും ഒക്കെ ആൻസൈറ്റി ഒക്കെ വെറുതെയാണ്, അതിലൊരു ആവശ്യമില്ല. ഓക്കെ, ധൈര്യമായിട്ടിരിക്കുക. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, എന്താണോ ആഗ്രഹിക്കുന്നത്, അതൊരു ആത്മവിശ്വാസം, ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം. ഓക്കെ, നിങ്ങൾക്ക് അത് നടക്കും, നിങ്ങൾക്ക് അത് എന്തായാലും ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അത് നടക്കും എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാകണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നിങ്ങൾക്കുള്ള സന്ദേശങ്ങൾ ഗ്രൂപ്പ് 1. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഓഫർ 10-ാം തീയതി വരെ നമ്മളൊരു സ്പെഷ്യൽ ഓഫർ കൊടുക്കുന്നുണ്ട്. അതായത് ഷോർട്ട് ഗൈഡൻസോ അല്ലെങ്കിൽ ഡീറ്റെയിൽ ഗൈഡൻസോ ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ, ഓക്കെ, ഒരു ഷോർട്ട് ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽ ഗൈഡൻസ് അല്ല, ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ട്, അത് ബുക്ക് ചെയ്യുമ്പോൾ റേറ്റിൽ നിങ്ങൾക്ക് ഇളവ് ലഭിക്കുന്നതാണ്. അപ്പോൾ ആ ടോട്ടൽ റേറ്റ് എത്രയാണ് വരുന്നത് അതിൽ നിന്ന് നിങ്ങൾക്ക് ഇളവ് ഉണ്ടാകുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് നിങ്ങൾ എൻക്വയർ ചെയ്യാം. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരുന്നതാണ്. 10-ാം തീയതി വരെയാണ് ഈ ഓഫർ ഉണ്ടാകുള്ളൂ എന്ന് പ്രത്യേകം അറിയിക്കുന്നു. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ മൈ ഡിയർ ഗ്രൂപ്പ് 2, നിങ്ങൾ തമ്മിൽ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ പൗർണമി, ഓക്കെ, ഈ കഴിഞ്ഞ പൗർണമിയുമായി ബന്ധപ്പെട്ട്, അതായത് ബീവർ മൂൺ എന്നാണ് പറയാം, ഈ ബീവർ മൂണുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിന് നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഗ്രൂപ്പ് 2-വിൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് യൂണിവേഴ്സ് നൽകുന്ന ബീവർ മൂൺ സന്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, നമുക്ക് ആദ്യത്തെ കാർഡ് കിട്ടിക്കഴിഞ്ഞു, ഹെർമിറ്റ്. Clarify the hermit. Thank you. 10 of cups. Clarify the 10 of cups. Thank you. The fool. Okay, ഒരു ഫ്രഷ് എനർജി, ഒരു എന്താ പറയുക, ഫ്രഷ് അറൈവൽ കാണുന്നു.
അതായത് പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു കാര്യമായൊരു ചേഞ്ച്, നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന, സംതൃപ്തി തരുന്ന തരത്തിലുള്ള ഒരു പുതിയ തുടക്കം ആണ് കാണുന്നത്. അത് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിരിക്കാം, വ്യക്തിപരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലാണ് സംഭവിക്കുന്നത്. പക്ഷെ അത് മൊത്തം കുടുംബത്തിന്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂടെ അത് ഒരുപാട് സന്തോഷം നൽകുന്നതായിട്ട് കാണുന്നു. അതിലൂടെ അവർക്കും ഒരു ബെനിഫിറ്റ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇതൊരു വിഷ് ഫുൾഫിൽമെന്റ് ആണെന്ന് കാണുന്നു. ചിലപ്പോൾ വളരെ പേഷ്യന്റ്ലി നിങ്ങൾ ആഗ്രഹിച്ച് അത്രയും കൊതിച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമാണ് നടക്കുന്നത്. ഓക്കെ, ഇതൊരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ട് ആണ്. അപ്പോൾ ഒന്നും നിങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ടത് തിരികെ വരിക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ രണ്ടാമതൊരു അവസരം ലഭിക്കുക, അങ്ങനെയല്ല. ഇതൊരു ഫ്രഷ് സ്റ്റാർട്ട് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പുതിയ തുടക്കത്തിന്, ആ ഒരു ഫ്രഷ് സ്റ്റാർട്ടിന് വേണ്ടുന്ന എല്ലാ അവസരങ്ങളും അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും യൂണിവേഴ്സ് നൽകുന്നതാണ്. യൂണിവേഴ്സിനോട് സറണ്ടർ ആകുക. ഓക്കെ, നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ് ഫോളോ ചെയ്യാനാ പറയണേ. അങ്ങനെ ഒരു അവസരം വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയും ഈ അവസരമാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ ആ അവസരം ഉപയോഗിക്കുക, യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് ഉപയോഗിക്കുക. കാരണം ഇത് ചിലപ്പോൾ നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്ത് നിൽക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു മടി കാണും എന്നാണ് കാണുന്നത്. അപ്പൊ അത് പാടില്ല. Clarify the Three of Cups. Thank you. Clarify the Two of Swords. Okay. നിങ്ങളൊട്ടും അതായത് നിങ്ങളുടെ പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിളിൽ ഒരു ചേഞ്ച് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾക്ക് നല്ലതല്ലാത്ത, നിങ്ങളെ എന്താ പറയാ, ഒരു തരത്തിൽ നിങ്ങളുടെ എനർജീനെ ഡ്രെയിൻ ചെയ്യുന്ന ചില വ്യക്തികൾ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ്. ഓക്കെ, അപ്പൊ അവരുടെ ശരിയായ ഇന്റൻഷൻ എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ എടുക്കുന്ന ഒരു എഫേർട്ടൊക്കെ അവർക്ക് ആക്ച്വലി അവർ അർഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് ഒരു കൃത്യമായ ക്ലാരിറ്റി യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ അങ്ങനെ ആ ക്ലാരിറ്റി കിട്ടുമ്പോൾ കോൺഫിഡന്റ് ആയിട്ട്, നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട്, നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയ രീതിയിൽ നിങ്ങൾ തീരുമാനമെടുക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആരാണ് നിങ്ങളുടെ വിജയം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയരണം, നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ലത് സംഭവിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ആരാണെന്നും ആരൊക്കെ അത് ആഗ്രഹിക്കുന്നില്ല എന്നും കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു സുഹൃത്ത് ബന്ധത്തിൽ നിന്നാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അത് ആ ഒരു ഇത്രയും നാള് നിങ്ങളിൽ നിന്ന് അത് ഹൈഡ് ചെയ്ത് നിൽക്കുന്ന കാര്യമാണ് ഇപ്പൊ പുറത്തേക്ക് വരുന്നത്. അത് സംഭവിക്കുമ്പോൾ അവിടെ നിങ്ങൾ തളർന്നു പോകാൻ പാടില്ല. നിങ്ങളുടെ നല്ലതിനാണ് ഈ സംഭവിക്കുന്നത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ആ ഒരു എഫേർട്ട് ഒന്നും അർഹിക്കാത്ത ആളുകളുടെ അടുത്ത് നിങ്ങൾ നിങ്ങളുടെ എനർജി ഉപയോഗിച്ച് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ നിങ്ങളുടെ എനർജി ഡ്രെയിൻ ആയിട്ട് പോകും. നിങ്ങളുടെ ആ ഒരു വൈബ്രേഷൻ ലോ ഫ്രീക്വൻസിയിലേക്ക് പോകുമെന്നല്ലാതെ നിങ്ങൾക്കൊരു ഗുണം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ നന്നാവണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് യൂണിവേഴ്സ് എന്ത് ചെയ്യണത്, ആരൊക്കെയാണ് നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ, ആരൊക്കെയാണ് അല്ലാത്തത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ എന്ത് വേണം, അവിടെ ഡിസിഷൻസ് എടുക്കുക. ഒരു വിക്ടിം മൈൻഡ് സെറ്റിൽ ഇരിക്കരുത്. എന്നാൽ എനിക്ക് ഇങ്ങനെ സംഭവിച്ചില്ലേ, ഞാൻ ഇത്രയും സ്നേഹം കൊടുത്തിട്ടും എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ, അങ്ങനെ അതൊരു വിക്ടിം മൈൻഡ് സെറ്റ് ആണ്. അങ്ങനെ ഇരിക്കരുത്. ഓക്കെ, അതിലിരിക്കാൻ പാടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓക്കെ ഞാൻ ഇത്രയും എഫേർട്ട് എടുക്കുമ്പോൾ അത് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നവർ മാത്രം എൻ്റെ ലൈഫിൽ ഉണ്ടായാൽ മതി, അത് പറ്റാത്തവർ എൻ്റെ ലൈഫിൽ നിന്ന് പൊക്കോട്ടെ. അപ്പൊ ആർക്കൊക്കെ അത് സാധിക്കില്ല എന്നും ആരൊക്കെ അത് അർഹിക്കുന്നില്ല എന്നും നിങ്ങൾക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുമ്പോൾ യൂണിവേഴ്സിനോട് നന്ദി പറയാം. അത്രേ ഉള്ളൂ. ഓക്കെ, മൂന്നാമതായിട്ട് നമുക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ പൊതുവെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരു ചാലഞ്ച് കഴിഞ്ഞ് അടുത്ത ചാലഞ്ച്, ഒരു പ്രശ്നം കഴിഞ്ഞ് അടുത്ത പ്രശ്നം, അപ്പൊ നിങ്ങൾ ഓരോ പ്രശ്നങ്ങളുമായിട്ട് ഇങ്ങനെ അത് കടന്ന് വരുന്ന ഒരു അവസ്ഥയാണ് എന്ന് വിചാരിക്കുക. അവിടെ നിങ്ങൾക്കൊരു ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, ഒരു ബ്രേക്ക് ത്രൂ ആണ് സംഭവിക്കുന്നത്. കാരണം കേസ് ഓഫ് സോർട്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഏസ് ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ ആണ്. ഇപ്പൊ ഇവിടെ കാണാം ഈ 10 ഓഫ് വാണ്ട്സും 7 ഓഫ് വാണ്ട്സും ആണ്. അതായത് സ്ട്രഗിൾസ്, ഓക്കെ, ചാലഞ്ചസ്, നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുന്ന തരത്തിലുള്ള ഓരോ ചാലഞ്ചസും ഓരോ ഒബ്സ്റ്റക്കിൾസും ഓരോ തടസ്സങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ജീവിതത്തിൽ മൊത്തത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. എല്ലാ മേഖലയിലും അത് നിങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മേഖലയിലായിരിക്കും അത് അനുഭവിക്കുന്നുണ്ടാവുക. എന്ത് തന്നെയാണെങ്കിലും അതിൻ്റെ ഒരു അവസാനം ഉണ്ടാവുന്നു. ഓക്കെ, നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് കംപ്ലീറ്റ്ലി പുറത്തു കിടക്കാണ്.
നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സ് നിങ്ങൾ അതിന് സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു സഹായത്തോടു കൂടെ നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ ധൈര്യമായിട്ട് യൂണിവേഴ്സിനെ വിശ്വസിക്കാനാണ് പറയുന്നത്. ഈ ഒരു കാര്യത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് തോന്നും അതങ്ങനെ അവസാനിക്കുന്ന ലക്ഷണമൊന്നും ഇല്ലല്ലോ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാകും. യൂണിവേഴ്സിൽ വിശ്വസിക്കാം. ഓക്കെ, അത് യൂണിവേഴ്സിന് അറിയാതെ എങ്ങനെയാണ് അവസാനിപ്പിച്ചത്, നിങ്ങൾ എങ്ങനെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം എന്ന് യൂണിവേഴ്സിന് അറിയാം. നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കണം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങൾ എന്താണോ ലക്ഷ്യം വെക്കുന്നത്, എന്തിലേക്കാണോ നിങ്ങൾ അടുക്കാൻ ശ്രമിക്കുന്നത്, ആ അടുക്കാൻ ശ്രമിക്കുമ്പോഴാണല്ലോ ഈ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾ അനുഭവിക്കുന്നത്. ആ ലക്ഷ്യത്തിനെ മറന്നു കളയാതിരിക്കുക, അതിനെ വേണ്ടെന്ന് വെക്കാതിരിക്കുക. ആ ലക്ഷ്യം മുറുകെ പിടിച്ച് അതിനായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. ഈ ഒരു കഷ്ടപ്പാടും ഈ ഒരു സ്ട്രഗിളും നിങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്നത് വളരെ പെട്ടെന്നാണ്. അതിൽ നിന്ന് നിങ്ങൾ പുറത്തു കടക്കുക. ഓക്കെ, നിങ്ങൾ എന്തായാലും വിജയം കാണും. അതിന് നിങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ യൂണിവേഴ്സ് എത്തിക്കും. ഓക്കെ, അതൊരു നിങ്ങളുടെ എന്താ പറയുക, ആ ഒരു വിധിയിൽ, നിങ്ങളുടെ ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് ആ ഒരു പറയുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം അത് നിങ്ങൾ നേടിയെടുത്തിരിക്കും. അത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിന് വേണ്ടുന്ന സഹായങ്ങൾ നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സ് വഴി യൂണിവേഴ്സ് എത്തിക്കുന്നതാണ്. കൃത്യമായ സഹായങ്ങൾ കിട്ടുമ്പോൾ അത് ഉപയോഗിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പൊ അവിടെ മടിച്ചു നിൽക്കാൻ പാടില്ല. അനാവശ്യമായിട്ടുള്ള ഈഗോ ഒന്നും പാടില്ല. ഞാൻ തന്നെ എല്ലാം സോൾവ് ചെയ്തോളാം, അങ്ങനത്തെ ഈഗോ ഒന്നും പാടില്ല. ഇത് യൂണിവേഴ്സ് തരുന്ന സഹായമാണെന്ന് മനസ്സിലാക്കി അത് സ്വീകരിക്കുക, മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മറികടന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഫ്രഷ് സ്റ്റാർട്ട്, ആ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ മൊത്തത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഏത് മേഖലയിലാണ് നിങ്ങൾ ഈ പറയുന്ന തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നത് അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഒരു വിക്ടറി എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇത്രയുമാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഈ ഒരു ബീവർ മൂൺ ടൈമിൽ നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശങ്ങൾ. റീഡിംഗ് റെസനേറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ തുടങ്ങി നവംബർ 10 വരെ ഷോർട്ട് ഗൈഡൻസ്, ഡീറ്റെയിൽ ഗൈഡൻസ് റീഡിങ്സ് ബുക്ക് ചെയ്യുന്നവർക്ക്, ഓക്കെ, ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉള്ളവർക്ക് പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. ടോട്ടൽ റേറ്റിൽ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് നിങ്ങൾക്ക് ഇമെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സെഷൻ ബുക്ക് ചെയ്യാം. 10-ാം തീയതി വരെയാണ് ഈ ഒരു ഓഫർ പ്രാബല്യത്തിൽ ഉണ്ടാകുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഹലോ, നമസ്കാരം. ഗ്രൂപ്പ് 3, നിങ്ങൾ തംബ്നെയിലത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിട്ടുണ്ട്. കമ്പ്യൂട്ടറിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിലുള്ള റീഡിംഗ് അപ്ലോഡ് ചെയ്യേണ്ട സമയം ഒരുപാട് വൈകി. അതനുസരിച്ച് മലയാളത്തിൻ്റെ ഉള്ളതിൻ്റെയും വൈകിയതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്നത്തെ, അതായത് ഇന്നലെ 5-ാം തീയതി ഫുൾ മൂൺ ആയിരുന്നു, പൗർണമി ആയിരുന്നു. ടോറസ് സോഡിയാക് സൈനിലാണ് ഇപ്രാവശ്യത്തെ പൗർണമി ആയിരുന്നത്. ഈ പൗർണമീനെ പറയുന്ന ഒരു പേര് ബീവർ മൂൺ എന്നാണ്. അപ്പൊ ഈ ബീവർ മൂണിന്റെ അവസരത്തിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന പ്രത്യേക സന്ദേശങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് യൂണിവേഴ്സ് നൽകുന്ന ബീവർ മൂൺ സന്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് യൂണിവേഴ്സ് നൽകുന്ന ബീവർ മൂൺ സന്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് യൂണിവേഴ്സ് നൽകുന്ന ബീവർ മൂൺ സന്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ് ആദ്യം തന്നെ കിട്ടിയിരിക്കണം. ക്ലാരിഫൈ ദ ഏസ് ഓഫ് പെന്റക്കിൾസ്. സൺ കൊള്ളാമല്ലോ, നല്ല എനർജി ആണല്ലോ. ക്ലാരിഫൈ ദ സൺ. ടെമ്പറൻസ്. ഓക്കെ, അപ്പോൾ ഒരു ഡിവൈൻ അലൈൻമെന്റ് കാണുന്നു. ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ റിയാലിറ്റി ആയി മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏസ് ഓഫ് പെന്റക്കിൾസും സണ്ണും ടെമ്പറൻസ് ആണ്. ഓക്കെ, അപ്പൊ വളരെ പ്രതീക്ഷയോടെ ഇരിക്കാൻ പറയുന്നു. നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടോ കരിയറുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ്, ലോങ് ടേം റിലേഷൻഷിപ്പ് അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അതിനായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കേട്ടോ, നിങ്ങൾ അതിന് വേണ്ടുന്ന ആക്ഷൻസ് എടുക്കുന്നുണ്ട്, വെറുതെ ആഗ്രഹിച്ചിരിക്കുക മാത്രമല്ല അതിനുള്ള ആക്ഷൻസും കൂടി എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം, ആ ഒരു ആഗ്രഹം എന്താണോ അതിനോട് നിങ്ങൾ ഡിവൈൻലി നിങ്ങൾ അലൈൻഡ് ആകുന്നു. ഓക്കെ, എനർജറ്റിക്കലി അലൈൻഡ് ആകുന്നു. ആ ഒരു കാര്യം നിങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്ക് മാറുന്നു, നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറുന്നു എന്നാണ് ഞാൻ കേൾക്കുന്നത്. അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് കൺഫർമേഷൻ തരാണ്. ഓക്കെ, ആ ഡിവൈൻ അലൈൻമെന്റ് സംഭവിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ക്ഷമയോടെ ഇരിക്കുക. വളരെ പെട്ടെന്ന് തന്നെ ഇത് നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറുന്നതാണ്. അതിലൊരു സംശയം വേണ്ട നിങ്ങൾക്ക്, ഇത് നടക്കുമോ ഇല്ലേ, അങ്ങനെ ഒരു സംശയം വേണ്ട, അത് എന്തായാലും നടന്നിരിക്കും. അപ്പൊ പ്രതീക്ഷയോടെ തന്നെ ഇരിക്കുക. വളരെ ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടിരിക്കാം. ഈശ്വരനോട് നന്ദി പറയാ നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം നിങ്ങളുടെ യാഥാർത്ഥ്യമായിട്ട് മാറുന്നതിന്. ഓക്കെ,
അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് തോട്ട്സിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അതാണ് കാര്യം. മനസ്സിലായോ? അത് അടുക്കും തോറും നിങ്ങളുടെ ഉള്ളിൽ നടക്കില്ലെങ്കിലോ നടക്കില്ല എന്ന് തോന്നണേ, വെറുതെ പ്രതീക്ഷിച്ചിരിക്കണം, ഇങ്ങനത്തെ കുറച്ച് ചിന്തകൾ കടന്നുകൂടുന്നുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനത്തെ ചിന്തകളിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യം നടക്കുന്നതിന് കാലതാമസം നിങ്ങൾ നേരിടും. ഓക്കെ. നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള നിങ്ങളുടെ എന്താ പറയണ്ടേ, ജീവിതത്തിലെ ഈ ജന്മം പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു പ്രധാന വഴിത്തിരിവിലേക്ക് നിങ്ങൾ എത്തിക്കുന്ന ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കാനായിട്ട് തയ്യാറാകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ. അവിടെ നിങ്ങളെ സഹായിക്കുന്നത്, നിങ്ങളുടെ ബെസ്റ്റ് പോസിബിൾ ഡിസിഷൻ ആ ഒരു സമയത്ത് നിങ്ങൾ എടുക്കുന്നതിന് നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനും നിങ്ങളുടെ മനസ്സിന്റെ ശാന്തതയാണ്. അപ്പൊ ആ ഒരു ശാന്തത കൈവരിക്കാനായിട്ട് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യണം. ഓക്കെ. ഒരുപാട് ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്ന, എപ്പോഴും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ മെഡിറ്റേഷൻ ഡെഫിനറ്റ്ലി നിങ്ങൾ ചെയ്തേ പറ്റൂ. അത് ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ അത് കൊണ്ടുവരും. നിങ്ങൾ അത് എന്തായാലും ചെയ്യണം. ഓക്കെ. ഒരു ഹെസിറ്റേഷൻ പാടില്ല, മടി പാടില്ല എന്ന് ഞാൻ പ്രത്യേകം കേൾക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് സ്വസ്ഥമാകുമ്പോൾ, ശാന്തമാകുമ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കൂടുതൽ ഷാർപ്പാകും. ഓക്കെ. കാരണം ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു ഡിസിഷൻ, ഒരു പ്രത്യേക ഡിസിഷൻ തന്നെയാണ് എടുക്കുന്നത്, ജീവിതത്തിലെ ഒരു ഇമ്പോർട്ടന്റ് ഡിസിഷൻ എടുക്കുന്നതാണ്. അവിടെ നിങ്ങൾ വളരെ മെച്ചുവർ ആയിട്ട്, ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ശ്രദ്ധിച്ച് നിങ്ങളുടെ മനസ്സ് വളരെ സ്വസ്ഥമായി ഇരുന്നുകൊണ്ട് വേണം ഈ ഒരു ഡിസിഷൻ എടുക്കുന്നതിന്. അത് നിങ്ങളുടെ ലൈഫിലേക്ക് കൂടുതൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്. ശരിയായ ഡിസിഷൻ എടുക്കുമ്പോൾ ഒരു സ്റ്റെബിലിറ്റി വരുന്നു, ലൈഫിൽ ഒരു പോസിറ്റീവ് ടേണിംഗ് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിൽ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. ഒരു ക്ലൂ പോലെയാണ് അത് തരുന്നത്. നിങ്ങളുടെ കഴിവിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. അപ്പൊ ആ ഡിസിഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിൽ പ്രധാനമായിട്ട് ഉണ്ടാകുന്ന ഒരു 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 എന്താ പറയുക, സംശയം എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്നുള്ളതാണ്. മനസ്സിലായോ? അവിടെ യൂണിവേഴ്സ് പറയുന്നത് അതാണ്, നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക. നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളുടെ കേപ്പബിലിറ്റി എന്താണെന്ന് തിരിച്ചറിയുക. ആ തിരിച്ചറിവ് ഉണ്ടായിരിക്കുമ്പോൾ ഈ എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള ഒരു ചോദ്യവും അവിടെ ഉണ്ടാവില്ല. ഓക്കെ. കാരണം നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ കഴിവുകൾ എന്താണ്, നിങ്ങളുടെ കുറവുകൾ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഓക്കെ. അതങ്ങനെ അറിയുമ്പോൾ നിങ്ങൾക്ക് ആ കുറവുകൾ എന്താണ് അതുമേൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനും പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ട സംഭവം വരുമ്പോൾ ഈ ഒരു അനാവശ്യ സംശയം അവിടെ ഉണ്ടാവില്ല. Clarify the Ten of Wands. Three of Pentacles. Clarify the Three of Pentacles. Okay. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഈ പറയുന്ന പോലെ ഒരു പുതിയ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. അതിന്റെ ഒരു എനർജി. കാരണം നമുക്ക് എയ്റ്റ് ഓഫ് വാൻസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ കട്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 4 of Wands ആണ്. ഇപ്പൊ Magician ആണ് കാണുന്നത്. പക്ഷെ നേരത്തെ ഞാൻ കട്ട് ചെയ്തപ്പോൾ കറക്റ്റ് 4 of Wands ആണ് വന്നത്. എനിക്ക് അവിടെ ഒരു എന്താ പറയണ്ടേ, ഒരു വളരെ പോസിറ്റീവ് എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. നിങ്ങൾക്കിപ്പോൾ നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ ഒരുപാട്, നിങ്ങളുടേതല്ലാത്ത ഒരുപാട് ചുമതലകൾ നിങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നു. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ച് ഒരു സ്വസ്ഥമായ ഒരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതിലേക്ക് നിങ്ങൾ എത്തുന്നതിന് നിങ്ങൾക്കുള്ള സഹായങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല ഒരു ചേഞ്ച്, പ്രത്യേകിച്ച് നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിൽ ഒരു ചേഞ്ച് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതിന് തയ്യാറാവാനാണ് പറയുന്നത്. കാരണം അതൊരു ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കംഫർട്ട് സോൺ പുറത്താണ്. യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടൊരു കാര്യമാണ്. നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. യൂണിവേഴ്സ് കൃത്യമായി നിങ്ങളെ ഗൈഡ് ചെയ്യും എന്ന് മനസ്സിലാക്കുക ഈ ഒരു റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിൽ. ഓക്കെ. അവിടെ എന്താ പറയാ, അങ്ങനത്തെ സംശയങ്ങളൊന്നും നിങ്ങൾക്ക് വേണ്ടതില്ല. ഈ ഒരു സിംഗിൾ ലൈഫ്, പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്താ പറയാ, ഒരുപാട് ചാലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ളതായിട്ട് കാണും. ചിലപ്പോൾ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയായിരിക്കും, അല്ലെങ്കിൽ ജീവിതത്തിൽ പൊതുവെ നിങ്ങൾ ഒരുപാട് ചാലഞ്ചസ് ഒറ്റയ്ക്ക് നിങ്ങൾ നിന്ന് അത് ഹാൻഡിൽ ചെയ്ത് ഒരു ടയേർഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് കാണുന്നത്. അതായത് നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ലാണ്ടല്ല, പക്ഷെ നിങ്ങൾക്ക് ഒരു മടുപ്പ് തോന്നാന്ന് പറയില്ലേ, ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എത്തി നിൽക്കുന്നതായിട്ട് കാണുന്നു. ഈ റൈറ്റ് ടൈമിലാണ് നിങ്ങൾക്ക് വേണ്ടുന്ന റൈറ്റ് സപ്പോർട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഓക്കെ. ആ റൈറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് ആണ്. ഒബ്വിയസ്ലി അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പർ ആണ് എന്ന് കാണുന്നു. നിങ്ങളിൽ ചിലർക്ക് അവർ ഓൾറെഡി പരിചയമുള്ളതായിരിക്കാം. ഓക്കെ. പ്രത്യേകിച്ച് ജോലി സ്ഥലത്ത് എങ്ങാനും വെച്ചിട്ട് ഉള്ള ഒരു പരിചയമാണ് കാണുന്നത്. ജോലി സ്ഥലത്തുള്ള സുഹൃത്തുക്കളോ അങ്ങനെ, അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളോ, നിങ്ങൾക്ക് ഒരു കണക്ഷൻ കാണുന്നുണ്ട് നിങ്ങളിൽ എല്ലാവർക്കും അല്ല, ചിലർക്ക്. ഓക്കെ.
അപ്പോ ഈ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഡെസ്റ്റിൻഡ് പാർട്ട്ണർ. അവർ നിങ്ങളുടെ ലൈഫിലേക്ക്, അതായത് ആ റിലേഷൻഷിപ്പിന്റെ ഒരു തുടക്കം വൈകാതെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അതിൻ്റെ ഉള്ള ഒരു അവസരം യൂണിവേഴ്സ് ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിച്ച് ആ റിലേഷൻഷിപ്പിന് ഒരു ചാൻസ് കൊടുക്കണം. അതിൽ നിന്ന് ഓടി ഒളിക്കാൻ പാടില്ല, അത് വേണ്ടെന്ന് വെച്ച് പോകാനും പാടില്ല. അത് നിങ്ങൾ ഡെഫിനറ്റ്ലി എക്സ്പ്ലോർ ചെയ്തിരിക്കണം. യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാനാണ് പറയണത്. ഓക്കെ, ഇത് നിങ്ങളുടെ റൈറ്റ് സപ്പോർട്ടാണ്, നിങ്ങളുടെ റൈറ്റ് പാർട്ട്ണർ ആണ്. നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു സപ്പോർട്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടി ഈസി ആക്കുന്നതിനും നിങ്ങളുടെ എന്താ പറയാ മൊത്തത്തിൽ നിങ്ങളുടെ ലൈഫിന്റെ ആ ഒരു എനർജിയിൽ ഒരു ഷിഫ്റ്റ് കൊണ്ടുവരുന്നതിനും. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു എന്താ പറയണ്ടേ, നിങ്ങൾ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ഡെസ്പറേറ്റ് അല്ല. ഈ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഡെസ്പറേറ്റ് ഒന്നുമല്ല. നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു, എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ കൂടുതലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുക. എന്നാൽ നിങ്ങൾ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അതില്ല എന്ന് പറയുന്നില്ല. നിങ്ങളെ നെഗ്ലക്ട് ചെയ്തുകൊണ്ട്, നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷം ഒന്നും കൊടുക്കാൻ നിങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾക്ക് സ്ട്രോങ് ബൗണ്ടറീസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി നിങ്ങൾ തന്നെയാണ്. അത് അവിടെ ആ ഒരു പ്രിഫറൻസ് ഇല്ല എന്നല്ല, പക്ഷേ എന്നാൽ നിങ്ങൾക്ക് നിങ്ങൾക്കായിട്ടൊരു സമയം കണ്ടെത്താനും വളരെ ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ സാഹചര്യങ്ങളായിരിക്കാം അതുകൊണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന്, ആ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വേണ്ട റൈറ്റ് സപ്പോർട്ട് ഓക്കെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ രൂപത്തിലാണ് വരുന്നത്. യൂണിവേഴ്സ് അവരെ കൊണ്ടുവരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക്. ആ ഒരു കമ്മിറ്റ്മെന്റിന് നിങ്ങൾ തയ്യാറാകുക, അതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 3. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നവംബർ 6 തൊട്ട് നവംബർ 10 വരെ പേഴ്സണൽ ടാരോ റീഡിംഗ്സിൽ ഷോർട്ട് ഗൈഡൻസ് റീഡിംഗ്സ് അല്ലെങ്കിൽ ഡീറ്റെയിൽ ഗൈഡൻസ് റീഡിംഗ്സ് എടുക്കുന്നവർക്ക് ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങൾ, ഈ പറയുന്ന ഏതെങ്കിലും കാറ്റഗറിയിലെ ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങൾ ബുക്ക് ചെയ്യുന്നവർക്ക് ടോട്ടൽ റേറ്റിൽ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇമെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ കോൺടാക്ട് ചെയ്യുക. 10-ാം തീയതി വരെ മാത്രമാണ് ഈ ഓഫർ ഉണ്ടാകുക. ഓക്കെ, മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്, ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.